നമ എന്ന് പറഞ്ഞാല് വന്ദിക്കപ്പെടേണ്ടവൾക്ക് നമസ്കാരം എന്നാണ് അർത്ഥം. പക്ഷെ ഒരാളത് സ്ഫുടമായിട്ട് ചെല്ലണം എന്ന് വിചാരിച്ചിട്ട് വന്ധ്യായേ നമ എന്ന് ചെല്ലിയാൽ അർത്ഥം എവിടെ പോയി എന്ന് ആലോചിക്കൂ. കുട്ടികൾ ഉണ്ടാവാത്തവൾക്ക് നമസ്കാരം എന്നർത്ഥമായി. ആദ്യം വിളിക്കുന്നത് ശ്രീമാത്രേ നമ, അമ്മേനെ വിളിച്ചിട്ട് പറയാ നിനക്ക് കൊച്ചുങ്ങളില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പൊ വന്ധ്യ എന്ന് പറയാൻ വാ എന്നും ന എന്നും ദ എന്നും ഉച്ചരിക്കാൻ കഴിയാത്തവര് എന്തൊക്കെയോ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? വന്ധ്യയും വന്ധ്യയും വ്യത്യാസമാണ്. ഇത് മനസ്സിലാക്കാതെ ലളിതാ സഹസ്രനാമം ചൊല്ലിയിട്ട് പലരും എന്നോട് പറയാറുണ്ട്, സഹസ്രനാമം ചൊല്ലിയതിനു ശേഷം മുഴുവനും ദുരിതാണ് എന്ന് പറയാറുണ്ട്. കുട്ടികൾ ഉണ്ടാവില്ല പിന്നെ ആ പരമ്പരയില്. അമ്മയെ നമ്മൾ അസഭ്യം വിളിക്കുകയാണ്. അതുപോലും സൂക്ഷിക്കണം. അത് രഹസ്യമാണ്. ഒരു പാസ്വേഡ് നമ്മളിപ്പോ ഇതില് ഗൂഗിൾ മീറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിലൊക്കെ കയറാൻ വേണ്ടി പാസ്വേഡ് നമ്മൾ കൃത്യമാക്കാറുണ്ട്. അതിലൊരു ചെറിയ ചിഹ്നം, ഒരക്ഷരം മാറിപ്പോയാൽ കയറാൻ പറ്റില്ല. ഒന്നും അതിന് മാറാൻ പറ്റില്ല. കൃത്യമായിരിക്കണം. അത് ഓർമ്മയിൽ ഉണ്ടാവുകയും വേണം. അത് തന്നെ വേണം പ്രാവർത്തികമായിട്ട് വരാൻ. ആ പാസ്വേഡ് ഇട്ടാൽ മാത്രമേ തുറക്കാൻ പറ്റൂ. അതൊരു ഇതിൽ 1000 നാമങ്ങളും പാസ്വേഡാണ്. അത് കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ അതത് മേഖലകളിലേക്ക് കയറാൻ പറ്റുന്ന ഗുരുനാഥന്മാരെ ലഭിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന 1000 ഗുഹകളാണ്, അല്ലെങ്കിൽ 1000 അറകളാണ്, 1000 ലൈബ്രറികളാണ്. അതിനെ നമ്മളൊരു ഭക്തിപ്രധാനമായിട്ട്, ഭക്തിരസമായിട്ട്, പുരാണപരമായിട്ടൊക്കെ ചിന്തിച്ചുകൊണ്ടുള്ള ഒരു മുകളിൽ പുരട്ടിയ ഒരു കവചം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ലളിതാ സഹസ്രനാമ സ്തോത്രം ജപിക്കുന്ന വീട്ടിൽ അന്നത്തിനും വസ്ത്രത്തിനും മുട്ടുവരില്ല എന്നൊരു പ്രമാണം പറയുന്നുണ്ട്. അതുകൊണ്ട് അന്നത്തിനും വസ്ത്രത്തിനും മുട്ടുവരാതിരിക്കാനെങ്കിലും ലളിതാ സഹസ്രനാമം ജപിക്കട്ടെ എന്നായിരിക്കും എന്റെ അർത്ഥം. അല്ലാതെ അന്നത്തിനും വസ്ത്രത്തിനും മുട്ടുവരുമ്പോൾ ലളിതാ സഹസ്രനാമം ജപിക്കുക എന്നുള്ളതല്ലാതെ, അന്നത്തിനും വസ്ത്രത്തിനുമാണ് നമുക്ക് പ്രശ്നം. അതിന് മുട്ട് വരാതിരിക്കാൻ ലളിതാ സഹസ്രനാമം ജപിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അങ്ങനെയെങ്കിലും ജപിക്കട്ടെ എന്ന് വെച്ചിട്ടാവാം. അങ്ങനെയുള്ള ലളിതാ സഹസ്രനാമം മറ്റ് സഹസ്രനാമങ്ങളിൽ നിന്നും വളരെ 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 വ്യത്യസ്തമാണ്. അതാണ് അതിന്റെ മഹത്വം. ഒരു വ്യത്യസ്തത, ഇതിൽ ഒരു നാമം പോലും രണ്ടാമത് ആവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ പലരും പറയും അതില്ലേ ഇതില്ലേ എന്നൊക്കെ ചോദിക്കാം. ചില മന്ത്രങ്ങളൊക്കെ ഉണ്ട്. അത് ചോദിച്ചാൽ അതിന്റെ മറുപടി പറയാം. കാരണം അതിപ്പോ സഹസ്രനാമത്തിൽ നമ്മൾ കിടന്നിട്ടില്ല. അതിന്റെ ആ ഭാഗം വരുമ്പോൾ ഇത് തന്നെയാണ് മറ്റത് എന്ന് തോന്നും. അതല്ല. അതുപോലെ നമുക്കിപ്പോ വിഷ്ണു സഹസ്രനാമത്തെ മോശമായിട്ട് പറയല്ല. ഞാനൊക്കെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്ന ആളാണ്. ഇപ്പൊ വിശ്വം വിഷ്ണു വഷട്കാരോ ഭൂതഭവ്യ ഭവത് പ്രഭു, അതിലിങ്ങനെ ഭൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതി, ഭൂതാത്മാ പരമാത്മാ മുക്താനാം പരമാഗതി എന്ന് പറഞ്ഞാൽ പോലെ അവിടെ വൃത്തഭംഗം വരും. അവിടെ ഒരു അക്ഷരം ചേർക്കാനില്ല. അപ്പോ എഴുതിയ ആള് അല്ലെങ്കിൽ അത് രചിച്ച മഹാമുനി അത് വൃത്തം തെറ്റാതിരിക്കാൻ ഭൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതി, അർത്ഥം തെറ്റൊന്നുമില്ല. ഭൂതാത്മാവും പരമാത്മാവും മുക്തന്മാർക്ക് പരമാഗതിയും എന്നർത്ഥേ വരുള്ളൂ. ലളിതാ സഹസ്രനാമത്തിൽ അങ്ങനെയുള്ള ഒരൊറ്റ അവ്യയില്ല. ച അപി എന്ന് തുടങ്ങുന്ന ഒരു സംസ്കൃതത്തിലെ അവ്യയങ്ങളും ആദ്യം മുതൽ അന്ത്യം വരെ നോക്കിയാൽ കാണില്ല. കാരണം അത് ഒരാൾ എഴുതിയതല്ല. അതാണ് അതിന്റെ. നമ്മളൊക്കെ ഇപ്പോ ഗായത്രിയൊക്കെ ചെല്ലുമ്പോ ഗാഥനോ വിശ്വാമിത്ര ഋഷി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദിവസം അതിനൊന്നും സമയമൊന്നുമില്ല. അതിങ്ങനെ വിശ്വാമിത്ര ഋഷി പറയുമ്പോഴത്തേക്കും ഹൃദയത്തിലെത്തും. അത്ര സ്പീഡാണ് ഇങ്ങനെ. അതൊക്കെ ഓർമ്മയുണ്ടാവില്ലേ ചിലപ്പോ. ഗായത്രിയുടെ ഋഷിയാണല്ലോ. ഈ എല്ലാ മന്ത്രത്തിനും ഋഷിയുണ്ട്. വിഷ്ണു സഹസ്രനാമത്തിന്, ശിവസഹസ്രം ഒക്കെ ഉണ്ട്. ലളിതാ സഹസ്രനാമ സ്തോത്രത്തിന്റെ ഋഷി നിങ്ങൾ ചൊല്ലുന്നവർക്കൊക്കെ അറിയാം. വശിന്യാദിവാഗ്ദേവതാ ഋഷയ എന്ന് തന്നെയാണ്. ഒരു മാറ്റവും ലോകത്ത് ഒരു സ്ഥലത്തും ഇല്ല. അവിടെ എന്തോ കുറെ പേര് കൂടിയിട്ട് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ് എന്നാ വരാ. വശിന്യാദി, വശിനി ആദി വശിന്യാദി, വശിനി തുടങ്ങിയിട്ടുള്ള കുറെ പേര് അവിടെയും രഹസ്യമാണ്. അത് കണ്ടുപിടിക്കാൻ പോയാൽ ശ്രീചക്രപൂജ പഠിക്കേണ്ടി വരും. വശിന്യാദി വാഗ്ദേവത, അത് വാഗ്ദേവതമാരാണ് എന്ന് ഉറപ്പായി. അത് ഋഷികളാണ്. ഋഷയ എന്ന് പറയുന്ന ഋഷികൾ, കുറെ ഋഷികൾ. അപ്പൊ വശിന്യാദി ഋഷികൾ അത് ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ മാത്രമേ അവിടെ തൊട്ടേ ചോദ്യം ചോദിക്കേണ്ടി വരും. വശിനി, കാമേശ്വരി, മോദിനി, വിമല, അരുണ, ജൈനി, സർവേശ്വരി, കൗളിനി എന്ന് പറയുന്ന 8 പേരാണ് വാഗ്ദേവന്മാര്.
ആ വാഗ്ദേവത ഇരിക്കുന്നത് സാക്ഷാൽ ശ്രീചക്രത്തിന്റെ ആ നവാവരണത്തിന്റെ ഭൂപരം കഴിഞ്ഞാൽ, അതിന്റെ 16 തളം കഴിഞ്ഞാൽ, പിന്നെ 8 തളം കഴിഞ്ഞാൽ 14 ത്രികോണവും 10 ത്രികോണവും വീണ്ടും ഒരു 10 ത്രികോണവും കൂടെ കഴിഞ്ഞാലുള്ള അഷ്ടകോണുണ്ട്, വസുകോണം. അവിടെ ഇരിക്കുന്നു 8 കോണിലായിട്ട്. വശിനി, കാമേശ്വരി, മോദിനി, വിമല, അരുണ, ജയിനി, സർവേശ്വരി, കൗളിനി, വശിന്യ, ആദി. ഈ 8 പേരും കൂടെ കൂടിയിട്ടാണ് ലളിതാ സഹസ്രനാമം രചിച്ചത്, കണ്ടെത്തിയത്. മന്ത്രദൃഷ്ട ഋഷി. മന്ത്രത്തെ കണ്ട ആളാണ് ഋഷി, വായിച്ച ആളോ പറഞ്ഞു കൊടുത്ത ആളല്ല. അദ്ദേഹത്തിന്റെ ഉപാസനയിൽ, ധ്യാനത്തിൽ, തപോബലത്തിൽ അദ്ദേഹം ദർശിച്ചതാണ് മന്ത്രം. മന്ത്രം ദർശിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം അവിടെയും ചോദിക്കണം. ചോദിക്കണം. എന്റെ ഗുരുനാഥൻ മാധവജി പറയാറുണ്ട്, ഗുരുവിനെ കുത്തണം എന്നാ പറയാറുള്ളത്. ഇതിന് വിചാരിച്ച മാധവജി. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഗുരുവിനെല്ലാം അറിയാം, പറഞ്ഞില്ല. അപ്പൊ ഗുരുവിന് ഒന്നും അറിയില്ല എന്ന രീതിയിൽ പറയുമ്പോഴാണ് ഉള്ളിൽ ഒരു അഹങ്കാരം വന്നിട്ട് മുഴുവൻ അങ്ങോട്ട് പറഞ്ഞു പോകും. അത് കരുണയാണ്. അതുപോലെ വശിന്യാദി വാഗ്ദേവത എന്ന് പറഞ്ഞാൽ അതാരാണ് എന്ന് പറയണമെങ്കിൽ ശ്രീചക്ര പൂജയുടെ പല സ്ഥലവും പറയേണ്ടി വരും. അതുപോലെ തന്നെ ഋഷി എന്ന് ചോദിച്ചാൽ ആരാണ് ഋഷി എന്ന് പറഞ്ഞ, ഇങ്ങനെ ഓരോ പദത്തെയും ഞാൻ വ്യാഖ്യാനിക്കാൻ പോയാൽ എപ്പോഴും തീരുന്ന അറിയില്ല. അതുകൊണ്ട് ഞാൻ അത്രയൊന്നും പോണില്ല. സംശയങ്ങൾ വന്നാൽ അത് തീർത്തു പോവാം. ഇപ്പൊ വശിനി, കാമേശ്വരി, മോദിനി, വിമല, അരുണ, ജയിനി, സർവേശ്വരി, കൗളിനി എന്ന് പറയുന്ന 8 വാഗ്ദേവതമാര് തന്നെയാണ്. വാക്കാണ് തന്നെ, എല്ലാം വാക്കാണ്. എല്ലാ വേദം വാക്കാണ്. ഉണ്ടായത് വാക്കിലാണ്. അയുണർലക്ക് ഏവവും അയോച്ച് ഹയവരട്ട് എന്ന് പറയുന്ന ഇത് മാഹേശ്വരാണി സൂത്രാണി എന്ന് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ സംസ്കൃതത്തിന്റെ ഓരോ ശബ്ദങ്ങളും അതൊക്കെ വാക്കായിട്ട് വന്നതാണ്. അപ്പോ ആ വാക്കിന്റെ ദേവത ആരാണെന്ന് നമ്മൾ പറയും സരസ്വതി എന്ന് പറയും. ആ സരസ്വതിയാണ് സാക്ഷാൽ ലളിതാ പരമേശ്വരി. അത് പിന്നെ പറയാം. പക്ഷെ ആ സരസ്വതിയുടെ ആ വാക്കിനെ നിയന്ത്രിക്കുന്ന 8 പേര്, അത് ശ്രീചക്രത്തിന്റെ ഏറ്റവും മുകളിൽ ത്രികോണത്തിന്റെ താഴെയായിട്ട് അഷ്ടകോണുകളിലായിട്ട് ഇരിക്കുന്ന അമ്മയുടെ തൊട്ടടുത്തിരിക്കുന്ന ദേവിമാരാണ്. ആ ദേവിമാർ കണ്ടെത്തിയതാണിത്. അവര് സൃഷ്ടിച്ചതൊന്നുമല്ല. മന്ത്രത്തെ കാണാൻ പറ്റുമോ? മന്ത്രദൃഷ്ട ഋഷി. മന്ത്രത്തെ കാണാൻ പറ്റുമോ ചോദിച്ചാൽ അത് വാക്കിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. ലളിതാ സഹസ്രനാമം പഠിച്ചു വന്നാൽ എന്താണ് ശബ്ദം എന്ന് പറയുന്ന വാക്കുണ്ട്. പരാ, പശ്യന്തി, മധ്യമ, വൈഖരി എന്ന് പറഞ്ഞാൽ അതൊക്കെ ദേവതമാരാണ്. നമ്മൾ പുറത്തേക്ക് പറയുന്ന ഞാൻ ഈ പറയുന്ന ശബ്ദം കേൾക്കുമ്പോൾ ഇതിന് വൈഖരിയാണ്. അതിന് തൊട്ട് മുമ്പ് എൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ളത് മധ്യമയാണ്. അതിനു മുമ്പ് ഒരു സ്ഥാനമുണ്ട്, അവിടെയാണ് പശ്യന്തി, കാണുന്നു എന്നർത്ഥം. നമ്മൾ പോലും അറിയാതെ വളരെ 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 സൂക്ഷ്മമായിട്ട് കാണുന്നുണ്ട്. ആ കാണുന്നത് പറയുടെ ശക്തി കൊണ്ട് ഞാൻ കണ്ടു. ആ കണ്ടതിനെ എൻ്റെ ഉള്ളിൽ മധ്യമയിലാക്കി ഞാൻ പുറത്തേക്ക് വരുമ്പോഴാണ് മന്ത്രമായിട്ട് വൈഖരിയായിട്ട് വരിക. അപ്പൊ മന്ത്രത്തെ ആദ്യം കാണാനേ പറ്റൂ, പരയെ കാണാൻ പറ്റില്ല. അങ്ങനെ മന്ത്രത്തെ, ഈ പ്രപഞ്ചത്തിന്റെ ഓരോരോ തലങ്ങളിലുള്ള മന്ത്രസ്പന്ദനത്തെ കണ്ടവരാണ് ഋഷിമാര്. വാമദേവനാണെങ്കിലും അല്ലെങ്കിൽ സത്യനാരായണനാണെങ്കിലും അല്ലെങ്കിൽ വിശ്വാമിത്ര, എല്ലാവരും ആ ശബ്ദത്തെ കണ്ടവരാണ്. ഇതുപോലെ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്ന രഹസ്യനാമ സഹസ്ര ആ സ്തോത്രത്തെ അല്ലെങ്കിൽ നാമത്തെ കണ്ടവരാണ്. എന്നിട്ട് പിന്നീടാണത് വൈഖരിയായിട്ട് പുറത്തു വന്നത്. മറ്റ് സഹസ്രനാമങ്ങളൊക്കെ പല ഗുരുക്കന്മാരും ഋഷിമാരും അല്ലെങ്കിൽ ദേവന്മാരും ആചാര്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുക, അവരത് പഠിക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന രീതിയിലൊക്കെയാണ് പല പുരാണങ്ങളിലൊക്കെ ആയിട്ട് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഇപ്പൊ വിഷ്ണു സഹസ്രനാമൊക്കെ മഹാഭാരതത്തിലാന്ന് പറയുന്നത്. പക്ഷെ ലളിതാ സഹസ്രനാമത്തിന്റെ ഉദ്ഭവം എവിടെ? നിങ്ങൾക്ക് ഇതിൽ പലർക്കും അറിയാതിരിക്കും. ഇനി അറിയില്ലാത്തവരായിരിക്കും കൂടുതൽ. അറിയുന്നവരുണ്ടെങ്കിൽ എനിക്ക് പ്രൈവറ്റ് ആയിട്ടെങ്കിലും ഒരു മെസ്സേജ് ഇട്ട് എനിക്ക് മനസ്സിലാക്കി തന്നാൽ കൊള്ളാം. ഇതുവരെ ഞാൻ തെരഞ്ഞിട്ട് കാണാത്തൊരു സാധനമാണ് ലളിതാ സഹസ്രനാമം. വായിക്കുന്നവർക്ക് ബ്രഹ്മാണ്ഡ പുരാണത്തിലാണ് ഉത്തരഖണ്ഡേ ഹയഗ്രീവ അഗസ്ത്യ സംവാദേ ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ഒരു സ്ഥലത്തും ഇല്ല ഈ ലളിതാ സഹസ്രനാമം. ബ്രഹ്മാണ്ഡ പുരാണ അന്തർഗതമാണ് എന്ന് പറയുന്ന ലളിതാ സഹസ്രനാമ സ്തോത്രം മഹാഭാരതത്തിൽ നോക്കിയ വിഷ്ണു സഹസ്രനാമൊക്കെ കാണാം. പക്ഷെ ബ്രഹ്മാണ്ഡ പുരാണ അന്തർഗതമായിട്ടുള്ള ലളിതോപാഖ്യാനം എന്ന് പറയുന്ന ഒരു ഉപാഖ്യാനത്തെ പറയുന്ന ആ സമയത്ത് അവിടെയുള്ള ഇത്രയും ബൃഹത്തായിട്ട് ലളിതാ സഹസ്രനാമ സ്തോത്രം ബ്രഹ്മാണ്ഡ പുരാണത്തിൽ നോക്കിയാൽ കാണില്ല.
ഞാൻ പലരോടും ചോദിച്ചു, അതെന്താ അതിലില്ലാത്തത് ഇതിലുണ്ട് എന്ന് എന്തുകൊണ്ട് പറയുന്നു? ബ്രഹ്മാണ്ഡപുരാനെ ഉത്തരഖണ്ഡ എന്ന് കൃത്യമായിട്ട് അഡ്രസ്സ് പറഞ്ഞിട്ട് അതിൽ നോക്കിയാൽ കാണാത്തതിന്റെ കാരണവും രഹസ്യമാണ് എന്ന് മനസ്സിലാക്കാം. അതീവ അതീവ രഹസ്യമാണ്. അതിലൊന്നും നോക്കിയാൽ കാണുന്നതല്ല. അതില് എങ്ങനെ ഈ സഹസ്രനാമത്തിലേക്ക് അത് വന്നു എന്ന് ചോദിച്ചാൽ, അതിലുണ്ട് എന്ന് പറഞ്ഞാലും നോക്കിയാൽ, നിങ്ങൾ അറിയുന്നവരൊക്കെ നോക്കിയിട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പറഞ്ഞാൽ എനിക്കൊരു സമാധാനമാവും. അങ്ങനെയുള്ള ലളിതാ സഹസ്രനാമ സ്തോത്രത്തിന്റെ ഉദ്ഭവം ഹയഗ്രീവ അഗസ്ത്യ സംവാദത്തിലൂടെയാണ്. ഹയഗ്രീവൻ എന്ന് പറയുന്ന ഋഷിയാണ്, ദേവനുമാണ്. എന്നാൽ അഗസ്ത്യ മുനിക്ക് ലളിതാ സഹസ്രനാമം സ്തോത്രം പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് പറയാനുണ്ട്. കഥ കേൾക്കാനായിരിക്കില്ല, എന്നാലും പറഞ്ഞു വരുമ്പോൾ ഞാൻ അങ്ങനെയാണ് വരാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന്റെ ഉപാസനാ വേളയില് ഹയഗ്രീവൻ എന്ന ദേവതയാണ് അഗസ്ത്യന്റെ മുമ്പ് പ്രത്യക്ഷപ്പെട്ടിട്ട് അനവധി 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 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു എന്നൊക്കെ ബ്രഹ്മാണ്ഡ പുരാണത്തിലും ലഘുവാഖ്യാനത്തിലൊക്കെ പറയുന്നുണ്ട്. ഏറ്റവും മഹത്തരം എന്ന് പറയുന്ന, അതീവ രഹസ്യം എന്ന് പറയുന്ന ശ്രീവിദ്യാ മന്ത്രം പോലും, അതിന്റെ തന്ത്രവും ഷോഡശിയും മഹാഷോഡശിയും ഒക്കെ അതിൻ്റെതായ ഏതൊക്കെ സഹസ്രനാമങ്ങളുണ്ടോ ആ സഹസ്രനാമങ്ങളും, അല്ലെങ്കിൽ ലളിതാ ത്രിപുര സുന്ദരിയുടെ ചിന്താമണി ഗ്രഹത്തെക്കുറിച്ചിട്ടും അവിടെ എത്താനുള്ള മാർഗത്തെക്കുറിച്ചിട്ടും ഓരോരോ തലങ്ങളെ ലളിതോപാഖ്യാനം മുഴുവൻ അതാണ്. ആ ചിന്താമണി ഗ്രഹത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന മഹാപത്മവനം എന്നൊക്കെ പറഞ്ഞ അനവധി അനവധി മന്ദിരങ്ങളും കോട്ടകളും ഗുഹകളും ഒക്കെ പറയുന്നതായിട്ടുള്ള അതെല്ലാം പറഞ്ഞു തന്നു. ഇത് പറയുന്നത് അഗസ്ത്യമുനി ഹയഗ്രീവനോട് ചോദിക്കാൻ, എന്തുകൊണ്ട് എനിക്ക് ലളിതാ സഹസ്രനാമം മാത്രം പറഞ്ഞു തന്നില്ല? എല്ലാ ദുർഗയുടെ സഹസ്രനാമം, കാളി സഹസ്രനാമം, വാരാഹി സഹസ്രനാമം എന്നുകൊണ്ട് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ ഇതിനിടയ്ക്ക് അങ്ങ് ഒന്ന് പറഞ്ഞു പോയിട്ടുള്ള ലളിതാ ത്രിപുര സുന്ദരിക്ക് സഹസ്രനാമം ഇല്ലേ? ആ അമ്മയുടെ സഹസ്രനാമം എന്തുകൊണ്ട് എനിക്ക് പറഞ്ഞു തന്നില്ല? ഒരു ഗുരുവും ഒന്നും പറഞ്ഞു കൊടുക്കാതിരിക്കില്ല. പക്ഷെ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൽ എന്ന് പറയുന്നു, ന ശഠായ ന ദുഷ്ടായ ന അവിശ്വാസായ കർഹജിൽ ധാതുന്നാണ്. ഒരിക്കലും കൊടുക്കരുത്, ഇത് പറഞ്ഞു കൊടുക്കരുത്. ഏതാണ്? ന ഷഠായ, ഷഠായ ന ദദ്യാലോ, നമുക്ക് പൂരിപ്പിക്കാം. ഷഠന് പറഞ്ഞു കൊടുക്കരുത്. ന ഷഠായ ന ദുഷ്ടായ, ദുഷ്ടന് പറഞ്ഞു കൊടുക്കരുത്. അവിശ്വാസായ, അവിശ്വാസിക്ക്, വിശ്വാസമില്ലാത്തവന് പറഞ്ഞു കൊടുക്കരുത്. അപ്പൊ നമ്മൾ പറയും, ഈ ഷാഠ്യം പിടിച്ചാൽ എന്താ കുഴപ്പം? ഇത്തിരി ദുഷ്ടത്തരം കാണിച്ചാൽ എന്താ കുഴപ്പം? ഇത്തിരി വിശ്വാസക്കുറവ് വന്നാൽ എന്താ കുഴപ്പം? നമുക്ക് തോന്നാം. അവിടെ അതല്ല അർത്ഥം. അവിടെ അതിന്റെ രഹസ്യം എന്താണ്? ഷഠൻ, ഗുരു പറയുന്നത് അനുസരിക്കാത്തവൻ, ഷാഠ്യം പഠിക്കാത്തവൻ, അവനാണ് ഭാരതധർമ്മത്തിൽ ഷഠൻ. നമ്മൾ പലതും പറയുമ്പോൾ കേൾക്കാത്തവനെ ഷാഠ്യം പിടിക്കരുതെന്ന് പറയും. തത്വത്തിൽ അല്ലെങ്കിൽ ആത്മീയതയിൽ ഷഠൻ എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ വാക്കിനെ ലംഘിക്കുന്നവൻ, തോന്നിവാസം കാണിക്കുന്നവൻ അർത്ഥം. അങ്ങനെയുള്ളവർക്ക് ലളിതാശാസ്ത്രം പറഞ്ഞു കൊടുക്കാൻ വിധിയില്ല. ദുഷ്ടായ, ഗുരുവിൽ ദോഷാരോപണം ചെയ്യുന്നവൻ ദുഷ്ടൻ. എല്ലാം ഗുരുവിനാ പ്രാധാന്യം. ശ്രീവിദ്യാ സമ്പ്രദായത്തിലെ ശ്രീ ലളിതാ ത്രിപുര സുന്ദരിയുടെ മുകളിലാണ് ഗുരുവിന്റെ സ്ഥാനം. എന്നാൽ അവിശ്വാസായ, ഗുരുവിൽ അവിശ്വാസം കാണിക്കുന്നവനും പറഞ്ഞു കൊടുക്കരുത്. ഇത് മനസ്സിലാക്കണ്ടേ? ദുഷ്ടനാണോ, ഷഠനാണോ, അവിശ്വാസിയാണോ നിൽക്കുന്നത് അഗസ്ത്യരാണ്. അതൊന്നും അദ്ദേഹത്തെ ബാധിക്കില്ല. അദ്ദേഹം പറഞ്ഞു തരണമെന്നുണ്ട്, പക്ഷെ ചോദിക്കാത്തവർക്ക് പറഞ്ഞു കൊടുക്കരുത് എന്നുണ്ട്. ഏത് മന്ത്രം അങ്ങനെയാണ്. കൊടുക്കാൻ തോന്നും ചിലപ്പോ, പക്ഷെ ചോദിച്ചിരിക്കണം ശിഷ്യല്ല. അങ്ങനെ അങ്ങ് ചോദിച്ചതുകൊണ്ട്, അങ്ങ് വലിയ 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 ഭക്തനായതുകൊണ്ട് ഞാൻ എന്തായാലും പറഞ്ഞു തരാം. ഹയഗ്രീവൻ എന്ന് വെച്ചാൽ വിഷ്ണു തന്നെയാണ്, മഹാവിഷ്ണുവാണ്. ആ മഹാവിഷ്ണുവിന്റെ ശിരസ് കുതിരയുടെ ആയിപ്പോയി, ഹയത്തിന്റെ ആയിപ്പോയി. അതിന് കഥ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഞാൻ നിങ്ങൾക്ക് ചെറുതായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞു പോവാണ്. ഇന്നൊരു വലിയ പഠനത്തിലേക്ക് ചിലപ്പോൾ ഇറങ്ങില്ല എന്ന് വരും. യാഗസംരക്ഷണം ചെയ്ത് മടുത്ത് ക്ഷീണിച്ച്, സാധാരണ മനുഷ്യന്റെ തലാണ്. ചോദിക്കാം, വിഷ്ണു ക്ഷീണിക്കുമോ? വിഷ്ണു യാഗസംരക്ഷണം ചെയ്യാൻ ഇങ്ങനെ കാവൽക്കാരായിട്ട് നിൽക്കുകയാണോ? അതിനേക്കാൾ ഉള്ളിന്റെ ഉള്ളിലെ അർത്ഥം വേറെ പലതാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ചേർക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ അദ്ദേഹത്തിന് ശാർഗം എന്ന് പറയുന്ന ആ വില്ലിന്റെ അറ്റത്ത് തലയും വെച്ച് അല്പം ഒന്ന് ഉറങ്ങിപ്പോയി എന്നാണ്. ഭഗവാന്റെ ഉറക്കം അറിയാം, വല്ലാത്ത രീതിയിൽ ഉറങ്ങിപ്പോവും, യുഗങ്ങൾ കടന്നു പോകും ഭഗവാന്റെ നിദ്ര, യോഗനിദ്ര. ഇതാ ക്ഷീണിച്ചിങ്ങനെ വില്ലില് ആ
കാവല് പോലെ യാഗരക്ഷ ചെയ്തു നിന്ന് നിൽക്കുന്ന സമയത്ത് ഉറങ്ങിപ്പോയിരുന്നു. വിഷ്ണുവിന്റെ ഈ ഉറക്കം പ്രപഞ്ചത്തിന് ബുദ്ധിമുട്ടായി, പരിപാലനം ബുദ്ധിമുട്ട് വന്നു. പലതരത്തിലുള്ള കാര്യങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട്, ധർമ്മപരിപാലനം. അതിന് ദേവേന്ദ്രന്മാർ എല്ലാവരും പുറപ്പെട്ടപ്പോൾ ഗുരു വിഷ്ണു ഇതുപോലെ ചെറിയ മയക്കത്തിലാണ്, എങ്ങനെ ഉണർത്താം എല്ലാവരും ആലോചിച്ചു. അപ്പോഴാണ് അതിലെ കുറെ ചിതൽ ഉറമ്പുകൾ അതിലെ അരിച്ചുപോയി എന്ന്. അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇതിന്റെ ഞാനൊന്ന് പൊട്ടിക്കാൻ പറ്റുമോ? ഇവർക്ക് അങ്ങോട്ട് പൊട്ടിച്ചാൽ മതി, അത് ഭയം. കാരണം ഈ വില്ല് പൊട്ടിയാൽ ആകെ വിഷ്ണുവിന്റെ അവസ്ഥ കഷ്ടമാവെന്ന് അറിഞ്ഞിട്ട് ആ പാപം പോലും മറ്റുള്ളവരുടെ ഭാഗത്തേക്ക് ഏൽപ്പിക്കുകയാണ്. അന്നേ തുടങ്ങിയിട്ടുണ്ട് അധർമ്മം. ചിതൽപ്പുറ്റുകൾ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന യാഗത്തിന്റെ യാഗാംശം തന്നാൽ ഞങ്ങൾ ഇത് പൊട്ടിച്ചു തരാം. അങ്ങനെ അന്ന് തൊട്ട് ഉറുമ്പുകൾക്ക് യാഗത്തിന്റെ അംശം അതിനെ പുറത്ത് കളയണം, നെയ്യ് കളയണം, അവരും മരുന്നൊക്കെ പുറത്തു പോയാൽ അതൊക്കെ നമുക്കുള്ളതല്ല എന്നൊക്കെ യാഗഭാവത്തിലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ചിതൽ ഉറുമ്പുകള് ആ ഞാണിന്മേക്കൂടെ കയറി അതിനെ ഞാണ് പൊട്ടിച്ചപ്പോ ഭഗവാന്റെ വില്ലാണ്, വരിഞ്ഞു കെട്ടിയിരിക്കുന്ന വില്ലാണ്. വിഷ്ണുവിന്റെ തല തെറിച്ചു പോയി എന്നാ. അപ്പൊ വിഷ്ണുവിന്റെ തലയൊക്കെ അങ്ങനെ തെറിച്ചു പോകുമോ ചോദിക്കാം. അപ്പൊ ശാർഗം എന്ത്, വില്ലെന്ത്, വിഷ്ണു എന്ത്, തലയെന്ത്, ഉടലെന്തെന്നൊക്കെ പഠിക്കേണ്ടി വരും. അത് പിന്നീട് ഏതെങ്കിലും സമയത്താവാം. തല പോയിട്ട് എങ്ങോട്ടാ പോയെന്നറിയില്ല. ബ്രഹ്മാണ്ടങ്ങൾ മുഴുവനും അലഞ്ഞിട്ട് കിട്ടാത്തപ്പോ എന്ത് ചെയ്യും ഈശ്വര, വിഷ്ണുവിന്റെ തലയാ കളഞ്ഞത്. അവസാനം അവർ ചെയ്തത് സാക്ഷാൽ ലളിതാ ത്രിപുര സുന്ദരിയെ ഉപാസിച്ചു. സാക്ഷാൽ ഭഗവതിയെ, ത്രിപുരസുന്ദരിയെ, ശ്രീവിദ്യാദേവിയെ വേണ്ടവണ്ണം ഉപാസിച്ച് ഭഗവതി പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, വിഷമിക്കണ്ട, ഇത് യോഗമാണ്. ഹയഗ്രീവ അസുരൻ എന്നൊരു അസുരനുണ്ട്. ആ അസുരനെ കൊല്ലാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഭാവത്തിനെ പറ്റൂ എന്നുള്ളത് കൊണ്ട് വിഷ്ണുവിന് അങ്ങനെ അവതാരം എടുക്കേണ്ടതായിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങളൊരു പണി ചെയ്യൂ, നല്ലൊരു കുതിരയുടെ തല കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവര് പോയിട്ട് കൊണ്ടുവച്ചപ്പോ അത് ഹയഗ്രീവ മൂർത്തിയായിട്ട് മാറി. ആ ഹയഗ്രീവ മൂർത്തിയാണ് അസുരനെ കൊന്നത്. ആ ഹയഗ്രീവനാണ് വിഷ്ണു തന്നെയായിട്ടുള്ള. പിന്നെ ഹയം എന്താണ്, ഗ്രീവം എന്താണ് എന്നൊക്കെ ചിന്തിച്ചാൽ വിദ്യയുടെ ഏറ്റവും ഉയർന്ന തലങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടി വരും. ആ ഹയഗ്രീവ മൂർത്തി പറഞ്ഞു കൊടുക്കുകയാണ്, ഇതൊക്കെയാണ്, ഇങ്ങനെ കാര്യങ്ങളൊക്കെയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ അനുവാദത്തോടു കൂടി ഹയഗ്രീവ മുനി അവിടെ എത്തിച്ചേർന്നു എന്നാണ്. മൂർത്തി അപ്രത്യക്ഷമായിട്ട് ഹയഗ്രീവൻ എന്ന പേരുള്ളൊരു മുനി വന്ന് ബാക്കി എല്ലാ കാര്യങ്ങളും അഗസ്ത്യ മുനിക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ആ പറഞ്ഞു കൊടുക്കുന്നതിന്റെ തുടക്കാണ് ലളിതാ സഹസ്രനാമത്തിന്റെ പൂർവഭാഗം എന്ന് പറഞ്ഞു. അഗസ്ത്യരുമായിട്ടുള്ള ആ സംവാദം ചോദിക്കുകയാണ്. അശ്വാനന മഹാബുദ്ധേ സർവശാസ്ത്ര വിശാരദ കഥിതം ലളിതാദേവ്യാചരിതം പരമാത്ഭുതം. അല്ലയോ അശ്വാനന മഹാബുദ്ധേ, മഹാബുദ്ധിയുള്ളവനെ, സർവശാസ്ത്ര വിശാരദ, എല്ലാ ശാസ്ത്രങ്ങളിലും നിപുണനായിട്ടുള്ള അങ്ങ് ലളിതാദേവിയുടെ ചരിതമൊക്കെ പറഞ്ഞു തന്നു, പലതും പറഞ്ഞു തന്നു. എന്നിട്ട് എനിക്ക് എന്തേ ലളിതാ സഹസ്രനാമം പറഞ്ഞു തരാത്തത് എന്ന് ചോദിച്ചതിന്റെ അതിന്റെ പരമ്പരയായിട്ടാണ് ലളിതാ സഹസ്രനാമത്തിലേക്ക് വരുന്നത്. അദ്ദേഹം പറഞ്ഞ പല ആ ലളിതോപാഖ്യാനം പഠിച്ചാൽ ഒരുപാട് അതിൽ പഠിക്കാനുണ്ട്. സാക്ഷാൽ ലളിതാ ത്രിപുരസുന്ദരിയുടെ വീട് ചിന്താമണി ഗ്രഹത്തിലേക്ക് പോകേണ്ട ഗൂഗിൾ സെർച്ച് ചെയ്യാനുള്ള മാപ്പ് വരെ കിട്ടും അത് വായിച്ചാൽ. അത്രയ്ക്കും ബൃഹത്താണ്. അങ്ങനെ എല്ലാം പറഞ്ഞിട്ട് ഇത് കിട്ടാത്തത് കൊണ്ട് എനിക്ക് ഭക്തി ഇല്ലാത്തതാണോ എന്നൊക്കെ ചോദിച്ചാൽ അതൊന്നും അല്ല, ചോദിക്കാത്തത് കൊണ്ട് പറയാത്തതാണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഈ ലളിതാ സഹസ്രനാമം ഉണ്ടായത് എന്ന് പറയുന്നത്. തത്ര ഹേതും പ്രവക്ഷ്യാമി ശൃണുത്വം കുംഭസംഭവ. അതിന്റെ ഹേതു ഞാൻ പറയാം. ഈ ലളിതാ സഹസ്രനാമം ഉണ്ടാവാൻ ഒരു കാരണമുണ്ട്. അത് ത്വം ശൃണു, അങ്ങ് കേട്ടാലും കുംഭസംഭവ, അല്ലയോ